സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പരിപാടിയിൽ കാവിക്കൊടി ഏന്തിയ വനിതയുടെ ചിത്രത്തിന് മുന്നിൽ ബഹുമാനപ്പെട്ട ഗവർണർ പുഷ്പാർച്ചന നടത്തിയപ്പോൾ പൊതുവിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ നിലപാട് വ്യക്തമാക്കി ഞാൻ ഇറങ്ങിപ്പോകുന്നത് ഭരണഘടനാ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനാണ്. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഒരു മതേതര സംഘടനയാണ്. മതം, ജാതി, മതപരമായ ചിഹ്നങ്ങൾ എന്നിവ ഉപയോഗിക്കാത്ത പ്രസ്ഥാനമാണ്. ഇതിൻ്റെ ഭരണഘടനയും പ്രവർത്തന മാർഗനിർദ്ദേശങ്ങളും മതേതരത്വത്തെ ആധാരമാക്കിയാണ്. വിദ്യാലയങ്ങളിലൂടെയാണ് പ്രധാനമായും സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പ്രവർത്തനം നടപ്പിലാക്കുന്നത്. അതിൻ്റെ മേൽനോട്ടം വിദ്യാഭ്യാസ വകുപ്പിനാണ്. ഗവർണർ ഈ പ്രസ്ഥാനത്തിൽ പേട്രൺ എന്ന പദവിയിലാണ് പ്രവർത്തിക്കുന്നത്. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് റൂൾസ് പ്രകാരം പേട്രൺ സ്ഥാനത്ത് ഗവർണർ നിർബന്ധമില്ല എന്നും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഔദ്യോഗിക നിയന്ത്രണവും ആശയമാറ്റവും പ്രചരണമൊന്നും നടത്തുവാൻ ഗവർണറെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള നയപരമായ തീരുമാനങ്ങൾ സർക്കാർ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്നിവയുമായി സഹകരിച്ചാണ് നടപ്പിലാക്കേണ്ടത്. വിദ്യാർത്ഥികൾക്കുള്ള പ്രസ്താവനകളിലും പ്രവർത്തനങ്ങളിലും മതേതരത്വം ഒരു പ്രധാന മൂല്യമാണ്. ഭാരതാംബ പോലുള്ള മിഥ്യാത്മക പ്രതീകങ്ങൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഉപയോഗിക്കുന്നത് മതേതരത്വത്തെയും ആധുനിക വിദ്യാഭ്യാസ മൂല്യങ്ങളെയും ചോദ്യം ചെയ്യുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഈ നിലപാട് വ്യക്തമാക്കി ഇറങ്ങിപ്പോകുന്നത്. അത് വ്യക്തിപരമായിരുന്നില്ല, മറിച്ച് ഭരണഘടനാ മൂല്യങ്ങളോട് ആദരവ് പുലർത്തിയായിരുന്നു. കേരളം മതേതര ജനാധിപത്യ ആശയങ്ങളെ പിന്തുടരുന്ന സംസ്ഥാനമാണ്. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പോലെ ബാല്യകാല വിദ്യാഭ്യാസ രംഗത്തെ സ്വതന്ത്ര പ്രസ്ഥാനങ്ങൾ കൃത്യമായ രീതിയിൽ മതേതരത്വം പാലിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം ഭരണഘടനാപരമായ ജാഗ്രതയും പൊതു സാംസ്കാരിക ഉത്തരവാദിത്വവുമാണ്. ABVP ആക്രമണം. ABVP പ്രവർത്തകർ എനിക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നത്, കാറിൻ്റെ മുമ്പിൽ ചാടി വീഴുന്നതുമൊക്കെ രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ സംശയിക്കുകയാണ്. രാജ്ഭവൻ നിയന്ത്രിക്കുന്നത് RSS ആണ്. പിന്നെ ഈ ഹയർ സെക്കൻഡറി മേഖലാതല അദാലത്തുകൾ ഈ മാസം 25-28 തീയതികളിലായി തിരുവനന്തപുരത്തും കോഴിക്കോട്ടും നടത്തുകയാണ്. കാരണം അതിൽ ഒരുപാട് ഈ അപ്പോയിൻമെൻറ്റിൻ്റെയൊക്കെ പ്രശ്നം ഉള്ളതാണ്. ജൂൺ 25-ന് തിരുവനന്തപുരം തൈക്കാട് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചും ദക്ഷിണമേഖലാ ഫയൽ അദാലത്ത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജൂൺ 28-ന് കോഴിക്കോട് നടക്കാവ് സ്കൂളിൽ വെച്ച് നടക്കുന്ന ഉത്തരമേഖലാ ഫയൽ അദാലത്തിൽ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസ മന്ത്രി, സെക്രട്ടറി, ഡയറക്ടർ, ജോയിൻറ്റ് ഡയറക്ടർ തുടങ്ങിയ ഉദ്യോഗസ്ഥന്മാരെല്ലാം പങ്കെടുക്കും. മുഖ്യമായി ഈ അപ്പോയിൻമെൻറ്റിനുള്ള അംഗീകാരമൊക്കെയാണ് മുഖ്യമായ പ്രശ്നം പരിഹാരം കാണുന്നതിന് വേണ്ടി പോകുന്നത്. നിയമന അംഗീകാരം അടക്കമുള്ള കുടിശ്ശിക ഫയലുകളുടെ പരിശോധനയും തീർപ്പാക്കലുമാണ്. 2024 ഡിസംബർ മാസം 31 വരെയുള്ള ഫയലുകളാണ് പരിഗണിക്കുക. അപേക്ഷ നേരത്തെ കൊടുക്കേണ്ടതായിട്ടുണ്ട്.